RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനാധിപത്യ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരാകട്ടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാകട്ടെ ഇവരൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ്? വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ കയ്യിൽ നിന്നും പല രീതിയിൽ പിരിക്കുന്ന ടാക്സുകളാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ്. ഈ ടാക്സുകളിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ടല്ലേ ഈ സർക്കാരൊക്കെ നമുക്കെല്ലാം വേണ്ടത് ചെയ്തു തരുന്നത്. പക്ഷേ പലപ്പോഴും ഈ സർക്കാരുകളുടെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് നമ്മൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച തന്നിട്ട് അത് ഒരു വ്യക്തി ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായാണ് കാണുന്നത്. ശരിയല്ലേ? പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ തങ്ങളുടെ പടങ്ങൾ അടിച്ച ഫ്ലെക്സുകൾ വെച്ച് വികസന ഘോഷയാത്രയും വികസന പരസ്യങ്ങളും നടത്തുമ്പോൾ ശരിക്കും വിഡ്ഢികളാകുന്നത് നമ്മളെപ്പോലെയുള്ള ജനങ്ങളാണ്. നമ്മളുടെ പോക്കറ്റിലുള്ള പൈസ പല രീതിയിലായി പറിച്ചെടുത്തിട്ട് അതിലൊരു വിഹിതം മാത്രം നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വികസനം എന്ന പേരിൽ തട്ടിക്കൂട്ട് ഷോയുമായി വരുന്ന പരിപാടിയല്ലേ ഇത്. ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഏകദേശം 1 വർഷം മുമ്പ് തെലങ്കാനയിൽ നടന്ന ഒരു സംഭവമാണ്. നിർമ്മല സീതാരാമൻ തെലങ്കാനയിലെ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഒരു ജില്ലാ കളക്ടറെ എടുത്തിട്ട് പൊരിക്കുകയാണ്. കാമറെഡ്ഡി കളക്ടറായ ജിതേഷ് വി പട്ടേൽ എന്ന ആളോട് കയർക്കുകയാണ് നിർമ്മല സീതാരാമൻ. കാരണം എന്തെന്നറിയണ്ടേ? കേന്ദ്രം കൊടുക്കുന്ന ഫ്രീ അരിയൊക്കെ നൽകുന്ന റേഷൻ കടയുടെ മുന്നിൽ മോദിജിയുടെ പടമില്ല എന്നാണ് കാര്യം. അതായത് നിർമ്മല സീതാരാമൻ ജനസമക്ഷം ഒരു ജില്ലാ കളക്ടറെ വഴക്കു പറയുന്നത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം ഒരു റേഷൻ കടയുടെ മുന്നിൽ കാണാത്തതിനാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത ടാക്സിൽ നിന്നും ഒരു വിഹിതം ഉപയോഗിച്ച് അർഹരായ ആൾക്കാർക്ക് ഫ്രീയായി കുറച്ച് അരി കൊടുക്കുന്നതിൻ്റെ പേരിൽ അവിടെ മുഴുവൻ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം എന്നതാണ് സീതാരാമൻ്റെ ആവശ്യം. RR ടോക്സി പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. You will, as the district administrator, ensure that shall not be removed, that shall not be torn, that shall not be affected. ప్రజలకి మొత్తం ఫ్రీగా ఇచ్చి వారు ఒక ఫోటో పెట్టండి అంటే అభ్యంతరం ఎవరికండి? ഇതിനെതിരെ തെലങ്കാന രാഷ്ട്ര സമിതി അല്ലെങ്കിൽ TRS എന്ന പാർട്ടി ഒരു നല്ല പ്രതികരണവുമായി വന്നിട്ടുണ്ട്. അവരുടെ നേതാക്കന്മാർ ഇപ്പോൾ ചോദിച്ച ചോദ്യം, ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നും കൈയിട്ട് വാരിയെടുത്ത നികുതി പണം അതിൻ്റെ ഒരു വിഹിതം എടുത്ത് ആർക്കെങ്കിലും അർഹരായവർക്ക് ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രിയുടെ പടം വെക്കേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വില കുതിച്ചുയരുന്ന ഗ്യാസ് സിലിണ്ടറിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പടം വെക്കണ്ട എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വെക്കുന്നില്ല? മിടുക്കന്മാരെന്താ ചെയ്തതെന്നറിയോ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനേക്കാൾ നല്ലൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം എന്ന തരത്തിലുള്ളതായിരുന്നു ഈ പ്രതികരണം. കൈയടിക്കാതെ നിർവാഹമില്ല. പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും മുകളിൽ വ്യക്തികൾ വളർന്ന് വ്യക്തി ആരാധന മാത്രമായി മാറുന്ന ജനാധിപത്യ പാർട്ടി സംവിധാനങ്ങൾ ഇന്ന് ഭാരതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്രത്തിൽ മോദി സർക്കാരായാലും കേരളത്തിൽ പിണറായി സർക്കാരായാലും. എന്തായാലും കേരളത്തിൽ നടക്കുന്ന ഈ വ്യക്തി ആരാധനയുടെ എല്ലാവരും കണ്ട് ആൾറെഡി ആസ്വദിച്ച ഒരു ചെറിയ വീഡിയോ കൂടി കാണിച്ച് ഇതങ്ങ് നിർത്താം. തിരുവാതിരകളി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയനെന്ന സഖാവ് തന്നെ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ.